കരിയറിന്റെ തുടക്കം മുതലേ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അമ്മ കഥാപാത്രങ്ങൾ മടികൂടാതെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഇപ്പോൾ മാളൂട്ടിയാണെങ്കിലും തൂവൽ സ്പർശമാണെങ്കിലും കുറേ കഴിഞ്ഞിട്ട് വന്നാൽ അച്ചുവിൻ്റെ അമ്മ മുതൽ മമ്മി അമ്മി ഉൾപ്പെടെയുള്ള സിനിമകളിൽ അതെങ്ങനെയാണ് അമ്മ കഥാപാത്രങ്ങൾ പണ്ട് മുതലൊരു സന്തോഷം നൽകുന്നതാണ്? അത് ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒത്തിരി സ്നേഹം തരുന്ന ഒരാളായിരുന്നു എൻ്റെ അമ്മ. ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് മേലിലുള്ള എല്ലാവരും എൻ്റെ അമ്മമാരാണ്, എൻ്റെ ചേച്ചിമാരൊക്കെ എൻ്റെ അമ്മമാരാണ്. അപ്പോൾ അമ്മ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രസവിച്ച അമ്മയല്ല, എനിക്ക് മൂത്തവരെല്ലാം എൻ്റെ അമ്മയുടെ സ്ഥാനത്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ വേഷം ചെയ്യാൻ കുറേ എളുപ്പമുണ്ട്. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, എൻ്റെ സമാന പ്രായമുള്ള ആൾക്ക് പിള്ളേർ പറയും, നീ ഒരുപാട് പ്രായമുള്ളവരുടെ ഭാഷ സംസാരിക്കുന്നു. ഞാൻ വളരെ പ്രായമുള്ളവരുടേതായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ പറയുന്നു, പിന്നെ അങ്ങനെയൊക്കെ പറയുന്നത്. അതെങ്ങനെ ഉറവശി പറയുന്നതെന്ന് പറയും. പല വസ്തുക്കളുടെയും പേരുകൾ നമ്മുടെ ഇന്നത്തെ അറിഞ്ഞുകൂടാ. തവി എന്ന് വെച്ചാൽ എന്തുവാ, ചീനച്ചട്ടി എന്ന് വെച്ചാൽ എന്തുവാ, ഉപ്പ് വരവെന്ന് പറഞ്ഞാൽ എന്തുവാ, കൽച്ചട്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇതൊന്നും ഇപ്പോൾ അറിയാൻ വയ്യ. കാരണം ഞാനിതൊക്കെ ഇങ്ങനെ കേട്ട് എനിക്ക് വൃത്തിയായിട്ടായി ആട്ടാനും അറിയാം, അമ്മികല്ല് അരയ്ക്കാനും അറിയാം. അതൊക്കെ നമ്മുടെ ആ പഴയ അതൊക്കെ അറിയാം. എനിക്ക് അമ്മ അവനാ ഏറ്റവും വലിയ ഇഷ്ടം. അതെ. അപ്പോൾ നേരത്തെ ഈ കൂട്ടുകുടുംബത്തിൽ കലാരഞ്ജനി ചേച്ചി, കൽപ്പന ചേച്ചി, ഉർവശി ചേച്ചി, ഇതില് കൽപ്പന ചേച്ചിയും കൂടെ ഒരു കൃഷ്ണരാധ വേഷത്തിൽ പണ്ട് ഞാൻ കണ്ടു ആ ഒരു ദിഗ്വിജയം എന്ന് പറയുന്ന ഒരു പടത്തിൽ അല്ലേ? അതൊക്കെ എത്ര നല്ല ഓർമ്മകളാണ്. നസീർ സാറും ഉണ്ട് അതില്, നസീർ സാറും വിജയമ്മയും ഒരു ഡാൻസ് ക്ലാസ്, വിദ്യാമ്മയുടെ ഡാൻസ് ക്ലാസ്സിലെ ഒരു സംഭവം അത്. അപ്പൊ അന്ന് അച്ഛൻ്റെ കൂട്ടുകാരെല്ലാവരും ഡയറക്ടേഴ്സ് അങ്ങനെ പോയത്. അവർ എന്ത് തുടക്കം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഞാൻ നമ്മുടെ എം കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ പണ്ടത്തെ വലിയ ഡയറക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ സിനിമ ഇപ്പോഴത്തെ നമ്മുടെ മതിച്ചിട്ടുണ്ട് കെ മധു ഡയറക്ടർ, അദ്ദേഹം അസോസിയേറ്റ് ആ പടത്തിൽ. അതിനകത്ത് ഞാൻ ആ പടം തന്നെ അരി പറഞ്ഞ പടം തന്നെ ഞാനാണ് കൃഷ്ണൻ, കൽപ്പന ചേച്ചി രാധ. കൃഷ്ണൻ്റെ ദേഹത്ത് മുഴുവൻ മൊത്തം നീല പെയിന്റ് അടിച്ച് രാവിലെ വിടും. പിന്നെ ഞാൻ ഷീലാമ്മ ഡയറക്ടർ ചെയ്തൊരു സിനിമ, അതിനകത്ത് ജയമോഹനാണ് അഭിനയിച്ചതെന്ന് തോന്നുന്നു, ഷീലാമ്മയാണ് ഡയറക്ഷൻ. അപ്പോൾ അതിനകത്ത് കൽപ്പന ചേച്ചി ഇങ്ങനെ മാലാകയായിട്ട് ഇങ്ങനെ വരും, ഞാനാണ് രാജകുമാരൻ. പിന്നെ മുതിർന്ന ശേഷം നിങ്ങൾ കുറച്ചധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്? ഞാൻ ഉണ്ട് ഞാൻ പടത്തിലൊക്കെ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ സൗഹൃദത്തിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടം പിടക്കോഴി കുറേയധികം സിനിമ ഉണ്ടായിരുന്നു, കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. കളിച്ചേച്ചി മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കലച്ചേച്ചിക്ക് വേണ്ടി നന്ദനത്തിൽ ശബ്ദം കൊടുത്ത് ഉർവശിച്ചാണ്. അതൊന്നും പലർക്കും അറിയില്ല. അതൊരു അതിന് ആ സൗണ്ട് കൊടുക്കാൻ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞ മലയാള സിനിമയുടെ അടുത്ത സൂപ്പർ സ്റ്റാറിനെ കിട്ടി എന്ന് ഞാൻ രഞ്ജിയോട് പറഞ്ഞു, രാജുവിനെ. അത്ര സൗന്ദര്യമായിരുന്നു പയ്യനെ കാണാൻ. അതുപോലെ കൽപ്പന ചേച്ചി ഉൾപ്പെടെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കുറെ പേരുടെ കൂട്ടത്തിൽ എടുത്തു ചോദിക്കേണ്ട ഒരു പേര് വേണു നാഗവള്ളി. വേണുചേട്ടന്റെ സിനിമകൾ ഉർവശി ചേച്ചിക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പരിവേഷം നൽകിയിട്ടുണ്ട് പലപ്പോഴും. സുഖമോദേവി മുതൽ തുടങ്ങിയ കളിപ്പാട്ടം ഉൾപ്പെടെ. ഭാര്യ സ്വന്തം സുഹൃത്താണ് അവസാന ചിത്രം. എങ്ങനെയാണ് വേണുചേട്ടനെ ആ ചിത്രങ്ങളൊക്കെ ഓർക്കുന്നത്? വേണുചേട്ടന്റെ സിനിമകളിലെ നായിക എന്ന് ഞാൻ മാത്രമേ ആയിരുന്നുള്ളൂ. വേണുചേട്ടൻ എന്നെ അല്ലാതെ മറ്റൊരു നായികയെ സങ്കല്പിച്ച് ഇന്നൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. വേണുചേട്ടൻ്റെ ഏറ്റവും പെറ്റായിട്ടുള്ള മോളായിരുന്നു ഞാൻ. വേണുചേട്ടൻ്റെ എല്ലാ സിനിമകളും എന്നെ ഉദ്ദേശിച്ചാണ്. എൻ്റെ കരച്ചിൽ, എൻ്റെ ചിരി, പൊടിമോള് ചിരിക്കുന്ന പോലെ, പൊടിമോള് കരയുന്ന പോലെ, അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഡേറ്റിൻ്റെ പ്രശ്നവും കാര്യങ്ങളും കാരണം ഞാൻ അഭിനയിച്ചിട്ടില്ല എന്നല്ലാതെ എല്ലാ സിനിമകളും അങ്ങനെയായിരുന്നു. വേണുചേട്ടൻ ഒരിക്കലും മോളെ അഭിനയിക്കരുത് എന്ന് പറയും. അങ്ങനെ ഒരു ഡയറക്ടർ കേട്ടിട്ടുണ്ടോ? ക്യാമറ സ്റ്റാർട്ടും ഒക്കെ മോളെ ഇതാണ് ഡയലോഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അഭിനയിക്കരുത് എന്നേ പറയൂ, പെരുമാറിയാൽ മതി. അപ്പം നമ്മുടെ സൗകര്യത്തിൽ നമ്മളങ്ങ് ചെയ്തോളുക എന്നല്ല. നമ്മളതിനു വേണ്ടി ഇങ്ങനെയൊക്കെ അഭിനയിച്ചാൽ എന്തിനാണ് അഭിനയിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് സർവ്വസ്വാതന്ത്ര്യമായിരുന്നു വേണിച്ചേട്ടൻ്റെ സെറ്റിൽ. എത്ര കോടികൾ കൊടുത്താലും പ്രലോഭിപ്പിച്ചാലും വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്തൊരു വ്യക്തിത്വമായിരുന്നു വേണിച്ചേട്ടൻ. ശരിക്കും നമ്മൾ ഈ പറയുന്നത് ഒരു 10-30 വർഷം അല്ലെങ്കിൽ 20 വർഷം മുമ്പുള്ള നന്മയുടെ ഒരു കാലമാണ്. ഇപ്പോഴും നന്മയൊക്കെ ഉണ്ട്, ഇപ്പോൾ ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ വരുമ്പോൾ അന്ന് ചേച്ചിയുടെ കൂടെ സമകാലികരായിരുന്ന പല അഭിനേത്രികളും അരങ്ങൊഴിഞ്ഞ് പിൻവാങ്ങിപ്പോയപ്പോഴും ഉർവശി ചേച്ചി ഇപ്പോഴും സിനിമയിൽ സജീവമായിട്ടുണ്ട്. അതെന്താണ്, എങ്ങനെ സാധിക്കുന്നു, എന്താണ് അതിൻ്റെ കാരണം? അറിഞ്ഞൂടാ. ഞാൻ വിചാരിക്കുന്നു ഹരി, എൻ്റെ നന്മയാണോ എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും റിച്ച്നെസ്സിനോടൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയിട്ടില്ല. സമ്പന്നതയോടൊരു ആർത്തി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ഒരു ടീച്ചറാവണമെന്ന് ആഗ്രഹിച്ചു. അതിന് മുമ്പ് തന്നെ ഞാനൊന്നും ചിന്തിക്കുന്നതിന് സിനിമയിൽ വന്നു. ഇത് നീ ആഗ്രഹിക്കാതെ നിനക്ക് കിട്ടിയ ജോലിയാണ്, നീ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. എനിക്ക് 100 സിനിമ കഴിയേണ്ടി വന്നു ഞാനിത് ഉൾക്കൊള്ളാം, ഞാനിവിടെയാണെന്ന്
ഇനി പോകാൻ പറ്റത്തില്ല എന്ന് ഉൾക്കൊള്ളാൻ. അപ്പോൾ ഇതെൻ്റെ ജോലിയായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. അല്ല ഇതൊരു സമ്പന്നതയുടെ സ്ഥലമായിട്ടും ഇതിങ്ങനെ വെറൈറ്റി ഫുഡുകൾ ഓർഡർ ചെയ്ത് കഴിക്കാനും ഭയങ്കര മേക്കപ്പ് സാധനങ്ങളും ഒന്നുമില്ല. ഞാൻ ഒരു 5 മിനിറ്റ് കൂടുതൽ ഒരു മേക്കപ്പ് ചെയ്യാൻ ഞാൻ സമയം എടുത്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ.